നല്ല തണുപ്പത്ത് ചൂടുള്ള സമയത്ത് തണുത്തൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മിഥ്യ അതൊക്കെ ശരിക്കും വെറുതെ പറയണതാണെന്നേ. ഞാൻ എന്തായാലേ ഈ ഒരു പഴയത്ത് കരിക്ക് പുഡിങ്ങാട്ട കാണിക്കുന്നത്. അതിന് ആദ്യം തന്നെ കുറച്ച് ചൈന ഗ്രാസ് എടുത്തിട്ടേ ഒരു ഇത്തിരി ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല മെൽറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് കരിക്കിൻ്റെ വെള്ളമില്ലേ അത് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയോടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്നങ്ങടെ ചൂടായി വന്ന് തീ ഓഫ് ചെയ്തോളൂ കേട്ടോ. കൈയോടുകൂടി തന്നെ ഇതേപോലെ ഒന്നുകൂടെ അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചും കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ആ അരിച്ച അരിപ്പയും ആ പാത്രം ഒന്നാണ് കഴുകി വെച്ചോ. അല്ലെങ്കിൽ ആ ചൈന ഗ്രാസ് അതുമേക്ക് ഇരുന്നുകൊണ്ട് ആകെ ഒരുമാതിരി അവസ്ഥയായി പോകും. പിന്നെ കഴുകാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളം തേങ്ങയാട്ടാ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളമോടെ ചേർത്തിട്ട് നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് പിന്നെ ഈ തേങ്ങാപ്പാലിന് നേരെ മിക്സിയിലോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ മധുരത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ടെ നല്ലോണം അങ്ങോട്ട് അടിച്ചിട്ട് അതും കൂടെ അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് അത് നല്ലോണം അങ്ങോട്ട് തണുക്കട്ടെ. ഇനി നമ്മളുടെ ആ ഒരു പുഡിങ്ങിന്റെ ബേസ് ഉണ്ടല്ലോ, ഏതാ കരിക്കിന്റെ വെള്ളം സെറ്റ് ആയത്, അത് നല്ല ചെറുതാക്കി അങ്ങോട്ട് കട്ട് ചെയ്തിട്ടെ ഒന്നുമില്ലെങ്കിൽ ആ പാനി ഇതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ആ പാനിയിലോട്ട് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തെ എങ്ങനെ വേണമെങ്കിലും സെറ്റാക്കി അങ്ങോട്ട് റെഡിയാക്കി എടുത്തോ. ഇപ്പൊ കുറച്ച് പേരൊക്കെ വിചാരിക്കും ആ കരിക്കിന്റെ കാമ്പ് എവിടെ, അത് റെഡി ആയില്ലേന്ന്. അതിന് ഞാൻ വേറൊരു പുഡിങ് ഉണ്ടാക്കിയിട്ട് വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.